ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. ചാനൽ എലൈന ആൻഡ് ജിയോ ആണെങ്കിലും ഇന്ന് ഞാൻ ഒരു ലേഡീസ് ഔട്ടിനാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പോവല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. ചാനൽ എലൈന ആൻഡ് ജിയോ ആണെങ്കിലും ഇന്നിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു ആക്സിഡൻറ്റ് വേണ്ടിയിട്ടാണ്. ശരിയായിട്ടില്ല അറിയാം. ശരിയാവില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. ചാനൽ എലൈന ആൻഡ് ജിയോ ആണെങ്കിലും ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു ലേഡീസ് ഡേ ഔട്ടിനാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ നടക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ ശരി. എൻ്റെ മുടി ഇഷ്ടമായോ? എൻ്റെ മുടിയിൽ നിന്ന് എനിക്ക് ചെയ്തു തന്നത് അന്നയാണ്. അന്ന മുടിയൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പം ശരി, ബൈ. ഹലോ ഗൈസ്, വെൽക്കം ടു എലൈന ആൻഡ് ജിയോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 2 ഇൻട്രൊഡക്ഷൻ്റെ ടേക്ക് കണ്ടിട്ടുണ്ടാവും. അത് അത്രയും സക്സസ് ആയില്ല. ബിക്കോസ് എൻ്റെ അമ്മ എപ്പോഴും കുറച്ച് ക്യാമറ ഷൈ ആണ്. അപ്പോൾ ഞാൻ മുടി പറഞ്ഞ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ഞാൻ എടുക്കാം. ചാനലിൻ്റെ പേര് എലൈന ആൻഡ് ജിയോ. അല്ല ഗൈസ്, ഇത് ഇൻട്രൊഡക്ഷൻ തന്നെയാണ് പറയുന്നതെങ്കിൽ ഇതിൽ അവൾക്ക് ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ അടുത്ത് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഇവർ ബാക്കിൽ ഇരുന്ന് കളിച്ചിരിക്കുന്നു. ഹലോ ഗൈസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അമ്മ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ കുറച്ച് ഫേക്ക് ആയിട്ട്? എനിവേസ്, ഇന്ന് അമ്മ ഒരു ലേഡീസ് ഡേ ഔട്ട്, ഒരു ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അമ്മേനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി അമ്മയുടെ മുടി ചെയ്തു. മുടി ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. മേക്കപ്പ് എന്തൊക്കെ കാണിച്ചു കൂട്ടി ഞാൻ പിന്നെ ഫിക്സ് ചെയ്തു. അമ്മേനെ ഒരുക്കണ നേരത്ത് ഞാൻ പറയാം, ഇന്ന് അമ്മ ഇട്ടിരിക്കുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് കണ്ടില്ലേ, നല്ല ഫ്ലോറൽ പ്രിന്റിൽ ഒരു ഉടുപ്പാ. അപ്പം ഞാൻ മുടി അത്രയും ടൈറ്റ് കേൾസ് വേണ്ട, കുറച്ച് ലൂസ് കേൾസ് ആയിട്ട് ചെയ്യാം. അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അപ്പം ഞാൻ നല്ല ടൈറ്റ് കേൾസ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതൊന്ന് ബ്രഷ് ഔട്ട് ചെയ്തു. അതെന്ത് പുറകെ ഉണ്ടാക്കിയ തല്ല് ഗൈസ്, അൺബിലീവബിൾ ഫൈറ്റ്സ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എല്ലാ വർഷവും മദേഴ്സ് ഡേയോട് ചേർന്ന് GWKS ലേഡീസ് ഒരു ലഞ്ച് ഔട്ടിന് പോവാറുണ്ട്. ഈ വർഷവും കുറച്ച് ലേറ്റ് ആയാലും ആ പതിവ് മുടക്കിയില്ല. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് പരിശ്രമിച്ച ജിൽസിന് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മളിന്ന് പോകുന്നത് ബെല്ലാവിസ്റ്റയിലെ മസാല കിച്ചണിലേക്കാണ്. ഞാൻ ജിൽസിൻ്റെ കൂടെ കാർപൂൾ ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. എല്ലാ വർഷവും ഇങ്ങനെ ഒരു ലഞ്ച് പതിവാണെങ്കിലും എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വർഷം. ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയിരുന്നെങ്കിലും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. സന്തോഷാണോ?